ഹായ് ഡിയേഴ്സ്. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരല്ലോ ഉള്ളത്? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി ഒക്കെ അല്ലേ? എന്നിന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണി ആയിട്ടോ വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു 3 സവോള എടുത്തിട്ട് 3 സവോള എടുത്ത് നല്ലോണം അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ്, ഒത്തിരി കട്ടിക്കരിഞ്ഞില്ല. എന്നിട്ടത് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സവോള നമ്മൾ കുറച്ച് വറുത്ത് കോരി മാറ്റി വെക്കണമല്ലോ. അങ്ങനെ സവോള അല്ലാതെ സെപ്പറേറ്റ് ഇട്ട് വഴറ്റുന്നില്ല. എല്ലാ സവോളയും ഞാൻ ഒന്നിച്ച് ഇങ്ങനെ വറുത്ത് കോരി മാറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെക്കും. അതവിടെ ഇക്കിടുന്നങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചെമ്മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്ന് വെച്ചു. മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ആക്കാമെന്നോട് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെമ്മീനെല്ലാം നല്ല മുഴുത്ത ചെമ്മീനായിരുന്നു കിട്ടി. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം കേട്ടോ. ആവശ്യത്തിന് ഇടാവുള്ളൂ. പിന്നെ ഗ്രേവിയൊക്കെ ഇടുമ്പോഴേ നമ്മൾ ഇതിനകത്തിട്ട് ഉപ്പൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം നല്ലോണം. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളക് പൊടിയും എത്തത്തക്ക രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ടൊരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അതങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. ചെമ്മീൻ പൊരിക്കാതെയും ബിരിയാണി വെക്കാം, നല്ലതാണ്. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം. ചിക്കനായാലും പൊരിക്കാതെ ബിരിയാണി വെക്കുന്നവരുണ്ട്, പൊരിച്ചിട്ടും വെക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൊരിച്ചിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓൾറെഡി സവോള ആക്കാൻ വെച്ച എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ കുറച്ച് പാനിലേക്ക് ഒഴിച്ചിട്ട് ചെമ്മീൻ എണ്ണ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ ആ സവോളയുടെ ഒരു എണ്ണയ്ക്ക് ആ ഒരു ഫ്ലേവർ ഉണ്ടാകും. സവോള ഫ്രൈ ചെയ്യുമ്പോഴേ ആ എണ്ണയ്ക്ക് സവോളയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി എടുത്തേട്ടോ. ചെമ്മീനെല്ലാം പാനിൽ നിരത്തി വെച്ച് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. പിന്നെ നമ്മൾ ദമ്മും കൂടി ഇടുമ്പോൾ ബാലൻസ് വെന്തോളൂല്ലോ. തിരിച്ച് മറിച്ച് വിട്ടിട്ടില്ല എണ്ണയ്ക്കകത്ത് മുക്കി പോക്കിയിടുക, അങ്ങനെ കോരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ പാനിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചെമ്മീനൊക്കെ അവിടെ ഞാൻ വെച്ച് സെറ്റായി. ഇപ്പോഴത്തെ ഓൾറെഡി സവോള അവിടെ ഫ്രൈ ആവുന്നുണ്ട്. സവോള ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴല്ലോ അതായത് മീഡിയത്തിന് തരാം, ഫുള്ള് ലോ ഫ്ലെയിമിലേ വെക്കുള്ളൂ. അപ്പോൾ അതവിടെ മെല്ലെ ആയിരുന്നാലും അതായി കഴിയുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കും കേട്ടോ. സവോള തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് റൈസ് വേവിക്കാം. റൈസ് വേവിക്കാൻ വേണ്ടി ഞാൻ നെയ്യ് അധികം യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ഡയറക്റ്റ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് തന്നെ മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്, അരി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷമായിട്ട് ഞാൻ അരി ഇടുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് സവോള ഫ്രൈ ചെയ്യാൻ വെച്ച എണ്ണയും ശകലം ഇതിലേക്ക് ഒഴിച്ചു. അങ്ങനെയെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പം ഈ റൈസിനും ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അടച്ചു വെച്ചാൽ തിളയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വെള്ളം എടുക്കുമ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തേ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഞാൻ എപ്പോഴും ആക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് പാകം. ഒരിക്കലും എനിക്ക് ഇതുവരെ ബിരിയാണി അങ്ങനെ വെന്തിട്ട് വെള്ളം അധികമായി കുഴഞ്ഞ് അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സവോള എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് താമസമാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ സവോള കരിഞ്ഞും പോകത്തുമില്ല, നല്ല മുരുമുരാന്ന് കിട്ടും കേട്ടോ. സവോള എടുത്തിങ്ങനെ എന്താ പറയുക, കിലികിലാന്നാവൂലേ, അങ്ങനെ നമ്മളെടുത്തൊന്ന് ഞെക്കിയാൽ അത് ഫുള്ള് പൊടിഞ്ഞു പോകും, അങ്ങനെ കിട്ടും. നേരത്തെ എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ മെല്ലെ വെച്ച് നോക്കി അങ്ങനെ പഠിച്ചത് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വരുമ്പോഴല്ലേ പഠിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി അങ്ങ് അടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടു. അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്നു കഴിയുമ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടു. പിന്നെ വെള്ളം പറ്റാനായപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെയുണ്ട് ഞാൻ ബിരിയാണിയുടെ റൈസ് എപ്പോഴും വേവിച്ചെടുക്കുന്നത്. പിന്നെ കാഷ്നട്ടും മുന്തിരി കിസ്മിസും കൂടി ഇതിൻ്റെ ബിരിയാണിയുടെ പുറത്തിടാൻ വേണ്ടി വറുത്തിടണം. അപ്പോൾ കാഷ്നട്ട് ഇല്ലാത്തപ്പോൾ ഞാൻ കിസ്മിസ് മാത്രം സവോള ഫ്രൈ ചെയ്ത എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കും കേട്ടോ. കിസ്മിസും മൊരിച്ചെടുത്തു. ഇനിയിപ്പം നമ്മുടെ ചെമ്മീനുള്ള മസാല തയ്യാറാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് എണ്ണ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ സംഭവങ്ങളെല്ലാം ഇട്ടു.
പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 3 കൂടി. അതും ഇതിനകത്തിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം, ആ പച്ചമുളകിന് ഇഞ്ചിക്കൊക്കെ നല്ലൊരു പച്ചക്കുത്തലുണ്ടാവും. അത് നല്ലോണം പോകുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ആക്കണം. പിന്നെ അതൊന്ന് പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ആഡ് ചെയ്യുക. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞു വരണം, ഈ പാകത്തിനാവണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ശകലം ഗരം മസാല, കുറച്ച് മസാല ആഡ് ചെയ്താൽ മതി. ഒത്തിരി മസാല ആഡ് ചെയ്താൽ ബിരിയാണിക്ക് ഫുള്ളും മസാല കുത്തരിക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് മസാലകളെല്ലാം ആഡ് ചെയ്തല്ലോ. പിന്നെ അധികം ഒത്തിരി മസാല ഇട്ടില്ല കേട്ടോ. ആകെ എന്താ പറയണ്ടേ, മുളക് പൊടിയും ഒരു ശകലം ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ മാറുന്നോടുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അതിൽ കുറച്ച് നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഇടാനുള്ളത് മാറ്റി വെക്കുക. ബാലൻസ് ഉള്ളത് എടുത്തിട്ട് ഈ മസാലയ്ക്കകത്തിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ആ മീൻസ് നമ്മൾ സവോള വഴറ്റുന്നതും ഈ ഫ്രൈ ചെയ്തിട്ടിട്ട് സവോളയാക്കുന്നതും രണ്ടും വ്യത്യസ്ത രുചിയുണ്ട്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടിട്ട് ഇളക്കുന്ന സവോള എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഗ്രേവി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് ദം ഇടാം കേട്ടോ. അപ്പോൾ ഓൾറെഡി റൈസും എല്ലാം സെറ്റായാലോ. ദം ഇടാൻ വേണ്ടി ഞാനൊരു കലം എടുത്ത് അതിലേക്ക് ഏറ്റവും അടിവശത്തായിട്ട് നമ്മുടെ ഗ്രേവി, ചെമ്മീനും ഗ്രേവി എല്ലാം കൂടി അടിയിലങ്ങ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ച റൈസ് കറക്റ്റ് വേവ കണ്ടില്ലേ. അപ്പോൾ റൈസ് വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത്. ഞാനിപ്പോൾ 2-3 ലെയറൊന്നും ആക്കാനില്ല, കാരണം കുറച്ച് ശകലം ബിരിയാണിയല്ലേ ആക്കിയുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് ബാക്കി നെയ്യ് ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ റൈസ് നമ്മൾ കോരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇളക്കി കുഴച്ച് കോരാതെ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക കോരി എടുക്കണം കേട്ടോ. അതും 4 സ്പൂണൊക്കെ ആയാലും അറിയാലോ, അങ്ങനത്തെ സ്പൂൺ എടുത്തിട്ട് വേണം നമ്മൾ ആക്കാൻ വേണ്ടി. പിന്നെ റൈസിലിട്ടതിന് ശേഷം ഞാൻ ചെമ്മീൻ പൊരിച്ച എണ്ണ കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് സവോള, കിസ്മിസ് ഇട്ട് കൊടുത്ത്, കുറച്ച് പുതിനയില ഇട്ട്, പിന്നെ നെയ്യ് ഒന്നിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച്, ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കേട്ടോ ഈ ദം ചെയ്യാനുള്ള പാത്രം കയറ്റി വെച്ചത്. കാരണം ഡയറക്റ്റ് ഫ്ലെയിം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച്, പിന്നെ അടച്ച് വെച്ച് അതിൻ്റെ പുറത്തൊരു വെയിറ്റും കൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്തത്. 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ലോണം ഇതായിട്ടുണ്ട്. പിന്നെ ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി അത് അതേപോലെ തന്നെ അവിടെ വെക്കും, പിന്നെ തുറക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളി ബിരിയാണി. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ചേട്ടാക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിരിയാണി. കൊടുത്ത് ഞാൻ കച്ചമ്പറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായി അടിപൊളിയാണോ എന്നൊക്കെ കമൻറ്റ് വന്നിട്ട് പറയണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.